യുദ്ധങ്ങളും അതിൻ്റെ ഒരു അനന്തര ഫലങ്ങളും എല്ലാം തന്നെ ലോകമഹായുദ്ധത്തിന്റെ മൂല കാരണങ്ങളാണ് എന്നുള്ളതാണ് ഒരു വസ്തുത. അതുപോലെ തന്നെയാണ് ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യാഘാതം എന്നുള്ളത്. എന്ന് വെച്ചാല് നെപ്പോളിയൻ കാലഘട്ടങ്ങളിലെ യുദ്ധങ്ങളും 19-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിലെ ദേശീയത പ്രസ്ഥാനങ്ങളും അവ രൂപം നൽകിയിട്ടുള്ള ലോകക്രമങ്ങളും എല്ലാം തന്നെ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം അപ്രസക്തമായി എന്നുള്ളതാണ്. അന്ന് ഏതാണ്ട് ലോക ഭൂപടത്തിലെ 4 പ്രധാന സാമ്രാജ്യങ്ങളുടെ ശിഥിലീകരണത്തിന് ആ ഒരു യുദ്ധം കാരണമായി എന്നുള്ളതാണ്. ഓസ്ട്രേലിയ, അതുപോലെ തന്നെ ഹംഗറി, ജർമ്മനി, ഓട്ടോമൻ, റഷ്യ എന്നീ സാമ്രാജ്യങ്ങളാണ് അതിൽ വലിയൊരു ദുരന്തം തന്നെ നേരിട്ടതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുപോലെ ജർമ്മനിയുടെ സ്വാധീനം, അന്നത്തെ കാലത്ത് സ്വാധീനം അതിന്റെ അതിർത്തികൾക്കുള്ളിൽ തന്നെ ഒതുക്കി നിർത്തി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കണം. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ ഇറ്റലി, ജപ്പാൻ, അമേരിക്ക തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾ സഖ്യകക്ഷികളോടും അതേപോലെ തന്നെ ഓട്ടോമൻ ചക്രവർത്തിയും ബൾഗേറിയയും കേന്ദ്രീയ ശക്തികളോടും ചേർന്ന് ഏതാണ്ട് 60 ദശലക്ഷം യൂറോപ്യൻ ശക്തികൾ ഉൾപ്പെടെ, യൂറോപ്യന്മാർ ഉൾപ്പെടെ, അതുപോലെ തന്നെ അതിൻ്റെ കൂടെ 70 ദശലക്ഷം സൈനിക ഉദ്യോഗസ്ഥരുമാണ് ചരിത്രത്തിലെ ഈ ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഏറ്റവും വലിയ യുദ്ധ മുറകളിൽ ആ യുദ്ധ സമയത്ത് വലിയൊരു പ്രാധാന്യം വഹിച്ചുകൊണ്ട് അതിൽ ഒത്തുചേർന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഇതിൽ തന്നെ 3-ാം മുന്നണിയിൽ ഉൾപ്പെട്ടിരുന്ന ഇറ്റലി അവർ കേന്ദ്രീയ ശക്തികളോട് ചേരാതെ സഖ്യകക്ഷികളോട് ചേർന്നുകൊണ്ട് പിന്നീട് സഖ്യകക്ഷികൾ പുനഃക്രമീകരിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. മാത്രമല്ല യുദ്ധം പുരോഗമിക്കുന്നതിനനുസരിച്ചുകൊണ്ട് കൂടുതൽ രാജ്യങ്ങൾ അംഗങ്ങളാവുകയും അതിൽ ചെയ്തു എന്നുള്ളതാണ്. ആ സമയത്ത് ഫ്രാൻസ്, റഷ്യ, ബ്രിട്ടൻ, ഇറ്റലി, അമേരിക്ക എന്നീ രാജ്യങ്ങൾ ചേർന്നിട്ടുള്ള സഖ്യകക്ഷികളും ഓസ്ട്രിയ, ഹംഗറി, ജർമ്മനി, ബൾഗേറിയ, ഓട്ടോമൻ സാമ്രാജ്യം എന്നിവ ചേർന്നിട്ടുള്ള കേന്ദ്രീയ ശക്തികളുമായിരുന്നു യുദ്ധരംഗത്ത് വളരെയധികം സജീവമായിട്ട് നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഈ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുള്ള രാജ്യങ്ങളിൽ വിപ്ലവങ്ങൾ ഉൾപ്പെടെ വളരെ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്കും വഴിവെച്ചു എന്നുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും എല്ലാ സാമ്പത്തിക ശക്തികളും യുദ്ധത്തിന്റെ മറ്റൊരു വിരുദ്ധ ചേരികളിലുമായിട്ട് സ്ഥാനം പിടിച്ചു എന്നുള്ളതാണ്. ഇന്ന് യുദ്ധത്തിലേർപ്പെട്ടിട്ടുള്ള രാജ്യങ്ങളുടെ സാങ്കേതികവും അതേപോലെ തന്നെ വ്യാവസായികവുമായിട്ടുള്ള വളർച്ചയും രാഷ്ട്രീയ ഇടപെടലുകളും എല്ലാം തന്നെ യുദ്ധത്തിന്റെ തീവ്രത വളരെയധികം വർദ്ധിപ്പിച്ചു. ലോകം കണ്ട ഏറ്റവും ക്രൂരമായിട്ടുള്ള യുദ്ധങ്ങളിൽ ഒന്നായിട്ടാണ് ഒന്നാം ലോക മഹായുദ്ധത്തെ കണക്കാക്കപ്പെടുന്നത്. യൂറോപ്പ് കേന്ദ്രമാക്കി തന്നെ 1914 ജൂലൈ 28 മുതൽ ഏതാണ്ട് 1918 നവംബർ 11 വരെ നടന്ന ലോക യുദ്ധത്തെയാണ് ഒന്നാം ലോക മഹായുദ്ധം എന്ന് പറയുന്നത്. ഈ യുദ്ധത്തിൽ ഏതാണ്ട് 90 ദശലക്ഷത്തിലധികം പോരാളികളും അതേപോലെ തന്നെ 70 ലക്ഷത്തിലധികം സാധാരണക്കാരും ഈ യുദ്ധത്തിന്റെ ഭാഗമായിട്ട് മരണപ്പെട്ടു എന്നുള്ളതാണ്. ഇപ്പോഴും റഷ്യയുമായും അതുപോലെ തന്നെ യുക്രൈനുമായും ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരം രാജ്യങ്ങളുമായിട്ട് ഇത് സംബന്ധിച്ചിട്ടുള്ള ചർച്ചകളെല്ലാം തന്നെ നടത്തി വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇനിയെങ്കിലും ഇത്തരം പ്രതിസന്ധികളും ഒക്കെ തന്നെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴും റഷ്യയുടെയൊക്കെ തന്നെ സെക്രട്ടറി ജനറൽ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്തി വരുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അതുപോലെ തന്നെയാണ് ആഗോളതലത്തിൽ തന്നെ ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കുന്നതിനെ സഹായിക്കുന്ന വളങ്ങൾ ഏറ്റവും അധികം ഉൽപ്പാദിപ്പിക്കുന്നതും ഈ 2 രാജ്യങ്ങൾ തന്നെയാണ്. എന്തിനധികം പറയുന്നു, ലോകത്തിൽ തന്നെ ഗോതമ്പ് പോലെയുള്ള ഭക്ഷ്യധാന്യങ്ങളും അതുപോലെ തന്നെ സൂര്യകാന്തി എണ്ണ ഉൾപ്പെടെയുള്ള പാചക എണ്ണകളും എല്ലാം തന്നെ ഏറ്റവും അധികം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന രാജ്യങ്ങളാണ് റഷ്യയും യുക്രൈനും എന്നുള്ളത്. തന്നെ എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ കോവിഡ് കാലത്തിന് മുൻപ് ആഗോളതലത്തിൽ 135 മില്യൺ ആളുകളാണ് കൊടും പട്ടിണിയിൽ കഴിഞ്ഞിരുന്നതെങ്കിൽ ഇന്നത് ഏതാണ്ട് 275 മില്യൺ ആളുകളാണെന്നും അദ്ദേഹം, എന്ന് വെച്ചാൽ റഷ്യയുടെ ജനറൽ സെക്രട്ടറി എടുത്തു പറയുന്നുണ്ട്. ഈ സാഹചര്യത്തെ കൂടുതൽ ഗുരുതരമാക്കുകയാണ് റഷ്യ യുക്രൈൻ യുദ്ധം എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ ആഗോളതലത്തിൽ അതായത് കൊടും പട്ടിണിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് റഷ്യയുടെ ജനറൽ സെക്രട്ടറി പറയുന്നത്. അതിന്റെ സൂചിക വളരെയധികം ഉയർന്ന നിലയിലാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കഴിഞ്ഞ 2.5 വർഷം കൊണ്ട് തന്നെ കൊടും പട്ടിണി അനുഭവിക്കുന്ന അവരുടെ എണ്ണം വളരെയധികം കൂടുതലായിട്ടാണ് അദ്ദേഹം എടുത്തു പറയുന്നത്. ഇതിന്റെ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെയാണ് റഷ്യയുടെ അല്ലെങ്കിൽ യുക്രൈൻ അധിനിവേശം എന്ന് പറയുന്നത് ആഗോളതലത്തിൽ തന്നെ ഭക്ഷ്യക്ഷാമത്തിന് വഴിയൊരുക്കുമെന്ന് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ആയിട്ടുള്ള ജനറൽ ആന്റോണിയുടെ ഒരു പ്രസ്താവന കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു മുന്നറിയിപ്പ് പോലെ അദ്ദേഹം നൽകിയിട്ടുണ്ടായിരുന്നു.
അതായത് ഈ ശക്തികൾ തമ്മിൽ ഏറ്റുമുട്ടിക്കഴിഞ്ഞാൽ, അങ്ങനെ ഏറ്റുമുട്ടുമ്പോൾ ലോകത്തിലെ മുഴുവൻ ആളുകളിലേക്കും അല്ലെങ്കിൽ ലോകത്തിലെ എല്ലായിടത്തേക്കും വളരെയധികം ബുദ്ധിമുട്ടിലാകുന്ന ഒരു ദാരിദ്ര്യത്തിലേക്ക് രാജ്യങ്ങളെല്ലാം തന്നെ കൂപ്പുകുത്തും എന്നുള്ളതാണ് പറയപ്പെടുന്നത്.